പഠിപ്പിക്കാം. നിങ്ങളുടെ ഒരു പരിപാലനവും ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങളുടെ ഒരു സ്നേഹവും ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രതിനിധികളെ, ഞങ്ങളുടെ സംഘടനയുടെ മുദ്രാവാക്യം വിളിക്കുന്നവരെ, ഞങ്ങളുടെ സംഘടനയുടെ പതാക ഏന്തുന്നവരെ ഇല്ലാത്ത കേസുകൾക്കിട്ട് ആക്രമിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറയാം. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIയുടെ മത്സരിച്ച 37 സീറ്റിൽ 35 സീറ്റും വിജയിച്ചുകൊണ്ട് ഐതിഹാസികമായ ഒരു വിജയമാണ് നമുക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞത്. കേരള സർവകലാശാലയിലെ ചരിത്രപൂർവമായ ആ വിജയം കൈവരിച്ചത് ഈ കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി സമൂഹം SFIയെ എല്ലാ കാലത്തും ചേർത്ത് നിർത്തിയതിന്റെ ഉദാഹരണമാണ്. കേരള സർവകലാശാലയിലെ പ്രബുദ്ധമായ വിദ്യാർത്ഥികൾ SFIയെ തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായി മത്സരിച്ച 37ൽ 35 സീറ്റുകളിലും വലിയ ഭൂരിപക്ഷത്തോടെയാണ് SFIയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വിദ്യാർത്ഥികളോട് സംബന്ധിച്ച്, അവരുടെ രാഷ്ട്രീയം സംബന്ധിച്ച്, വിദ്യാർത്ഥികളുടെ ദൈനംദിനമായ അവകാശ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്തുകൊണ്ട്, അവന്റെ അക്കാദമിക് പ്രശ്നങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ് നാളിതുവരെ SFI എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിച്ചത്. ആ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലനമാണ് ഇന്നലെ കേരള സർവകലാശാലയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഐതിഹാസികമായ വിജയം നേടാൻ SFIക്ക് കഴിഞ്ഞത്. എന്നാൽ എന്താണ് ഇന്നലെ കേരള സർവകലാശാലയിൽ ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഈ കേരളത്തിന്റെ തലസ്ഥാനത്ത് അരങ്ങേറിയത്? ഒരു പ്രബുദ്ധ സാക്ഷര കേരളമെന്ന് വിശ്വസിക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണിലാണ് KSUവിന്റെ നേതൃത്വത്തിൽ വലിയ അക്രമങ്ങൾ അടിച്ചുവിട്ടത്. ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പുകളിലൂടെ വിജയിക്കാൻ കഴിയാത്ത KSU വിജയിക്കാൻ അവർ കണ്ട മാർഗം കല്ലെറിഞ്ഞു തോൽപ്പിക്കുക എന്നുള്ളതാണ്. 10ഓളം വരുന്ന KSUവിന്റെ ഗുണ്ടകൾ ചേർന്ന് ഇന്നലെ കേരളത്തിന്റെ തലസ്ഥാനത്ത് കല്ലെറിഞ്ഞുകൊണ്ടാണ് SFIയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ വരവേറ്റത്. അതിക്രമങ്ങൾ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർത്തുകളയാമാണെന്ന് KSU കരുതിയിരുന്നുവെങ്കിൽ, KSUക്കാര ഇന്ന് കേരളത്തിന്റെ 14 ജില്ലയിലെ SP-യുടെ ഓഫീസിലേക്കാണ് SFI സമരവുമായി വന്നിട്ടുള്ളത്. നിങ്ങളുടെ കല്ലുകൾ കൊണ്ട്, നിങ്ങളുടെ അക്രമങ്ങൾ കൊണ്ട് തകർത്തു കളയാൻ കഴിയുന്നതല്ല SFI എന്ന സംഘടന ഓർമ്മയുണ്ടാക്കുന്നത് നല്ലതാണ് എന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട KSUക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ജനാധിപത്യമായി സംവദിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഞങ്ങളോട് പോരടിക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലേക്കും ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഈ കേരളത്തിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലൂടെ ജയിക്കാൻ കഴിയുന്ന ഒരിടമുണ്ടെങ്കിൽ നിങ്ങൾ വരണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്.